വിശന്ന് വരുന്നത് ആരായാലും ഭക്ഷണം കൊടുത്തുകൊള്ളണം. അവിടെ പൂജയും നിർത്താം. നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സദ്യ കൊടുക്കാൻ. പപ്പടം, പഴം, പായസം. തലേന്ന് തിന്നത് കളയാൻ സ്ഥലമില്ല അവിടെ. അതിന് മേലേക്ക് സദ്യ കഴിക്കാൻ കൊടുക്കുകയാണ്. ഭക്തന്മാര് തമിഴ്നാട്ടിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഒരു നേരം മര്യാദയ്ക്ക് കൃത്യമായിട്ട് മൂത്രമൊഴിക്കാൻ പോലും ഇല്ലാതെ ഭഗവാനെ അയ്യപ്പാന്ന് കുറിച്ച് വരുമ്പോ അവർക്ക് വേണ്ടത് നല്ല കക്കൂസുകൾ, വൃത്തിയുള്ള കക്കൂസുകൾ, വിരിവെക്കാൻ നല്ല ഇടങ്ങൾ ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് സദ്യ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, മാലയിട്ട ആളാണ്, ഇപ്പൊ സ്വാമിയാണ്. അപ്പോ ആദ്യം ചെയ്യേണ്ട അതാണ്. പക്ഷെ കേക്കും ഒരു സുഖം. പത്രത്തിൽ വായിക്കുമ്പോ പപ്പടവും പഴവും പായസവും കൊടുക്കും. കേൾക്കുമ്പോ ആഹാ, ഇതിലും നല്ല കാര്യം എന്താ ചെയ്യാനുള്ള ചിന്തിച്ചു. പക്ഷെ അതൊരു ശരിയല്ല, അതല്ല ആദ്യം വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടലാണെന്നൊരു തോന്നലും ഇല്ലായില്ല. കാരണം ഞാനൊക്കെ മുമ്പ് പോകുന്ന കാലത്ത് ഞങ്ങൾ കുടുംബത്തോട് ഒന്നായിട്ടാണ് പോകുന്നത്. ഒത്തിരി പേര് ഒരുമിച്ചാണ്, ട്രാവലറിലാണ് പോകുന്നത്. ഞങ്ങൾ അന്ന് ഗംഭീരമായിട്ട് തൊഴുതിട്ട് നെയ്യഭിഷേകമൊക്കെ കണ്ടിട്ട് നല്ല അസലായിട്ട് അയ്യപ്പ സേവാ സംഘക്കാർ കൊടുക്കുന്ന ആഹാരം, മൃഷ്ടാന്നം കഴിച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പൊ സർക്കാർ ആദ്യം അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി അയ്യപ്പ സേവാ സംഘക്കാരെയാണ്. അവര് പോയി. അമൃതാനന്ദ മടക്കാരൻ അവരെയും പോയി, എല്ലാരും പോയി. ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് കിട്ടിയാൽ എല്ലാവരും കഴിക്കാം. പക്ഷെ സദ്യ, ശബരിമലയിൽ സദ്യ കഴിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അവിടെ മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ കഴിച്ച ആഹാരം ഒന്ന് കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് കളയാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി തരണം എന്നാണ്. ഇവിടെയും ദേവസ്വം ബോർഡുകാർ കാണുമല്ലോ, അവരോടുകൂടി പറയാണ്. ഞങ്ങൾ ഭക്തന്മാരുടെ ഒരു പ്രാർത്ഥനയാണ്.